നമ്മളിപ്പോ നിൽക്കുന്നത് ഹൈദരാബാദ് ലുലുവിലാണ്. ഇങ്ങോട്ടൊന്ന് നോക്കേ, ഒരു ഉത്സവത്തിന്റെ ആളുണ്ട്. എന്ത് തിരക്കാണെന്നറിയോ? ഇവിടെ കാണുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ആണ്. അത് 2 നിലയിലായിട്ടാ. അതിന്റെ ഫ്രണ്ട് ഫുള്ള് തിരക്കാണ്. എസ്കലേറ്ററിലാണെങ്കിൽ സൂചി കുത്താൻ സ്ഥലമില്ല. പിന്നെ 4 ഫ്ലോറിലായിട്ടാണ് മോളുള്ളത്. എല്ലാ ഫ്ലോറിലും തിരക്കാണ്. ഇപ്പൊ നമ്മൾ ഹൈദരാബാദിലാണ് ഉള്ളത്. നമ്മൾ വന്നിട്ട് 3 ദിവസമായി. അപ്പം ഇതിനു മുമ്പുള്ള ഹൈദരാബാദിലെ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ബിർള മ്യൂസിയം കാണാൻ പോയി. പക്ഷെ അവിടെ കുറച്ച് സ്ഥലത്ത് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അവിടെ നമുക്ക് ബിർള മന്ദിർ ഉണ്ട് കാണാൻ, ബിർള മ്യൂസിയം ഉണ്ട്, ഒരു പ്ലാനറ്റോറിയം ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരു സയൻസ് പാർക്ക് ഉണ്ട്, കുട്ടികൾക്കൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഒരു വലിയൊരു സയൻസ് പാർക്ക് ഉണ്ട്. പിന്നെ കുറേ പഴയ സംഭവങ്ങൾ, ഈ രത്നങ്ങളും പിന്നെ ആനക്കൊമ്പ് കൊണ്ട് തീർത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മ്യൂസിയം വേറെ ഉണ്ട്. അങ്ങനെ പഴയ കുറേ ആൻറ്റിക് സാധനങ്ങൾ അതൊക്കെ കാണാൻ പറ്റുന്ന ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. പിന്നെ ഒരു സയൻസ് മ്യൂസിയവും ഉണ്ട്. അതുമൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് ലുലു മോളിലേക്കാണ്. അതിനു മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കണം. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കണം. ഹൈദരാബാദി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ 2 ദിവസം 1-2 ബിരിയാണി കഴിച്ചിരുന്നു. പക്ഷേ ഹൈദരാബാദി കറക്റ്റ് ഒതൻറ്റിക് ബിരിയാണി നമ്മൾ ട്രൈ ചെയ്തില്ല. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ലുലു മോളിലേക്കാണ്. ഒരു 2 വീക്സ് ബിഫോറാണ് ഇവിടെ പുതിയതായിട്ട് ലുലു മോൾ ഓപ്പൺ ചെയ്തത്. അപ്പോൾ അത് നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടം വരെ വന്നിട്ട് നമ്മുടെ ലുലു മോൾ കാണാതെ പോകുന്നത് മോശമല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബിരിയാണി കഴിച്ചിട്ട് നേരെ ലുലു മോളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നേക്കാം, ഹൈദരാബാദി ബിരിയാണി. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ബാഹർ എന്നാണ്. ഇത് ബിർള മന്ദിറില്ലേ, ബിർള മന്ദിറിൽ നിന്ന് 1 കിലോമീറ്റർ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഹർ റെസ്റ്റോറൻറ്റിലെത്താം. അപ്പം വിശന്ന് പൊടല് കരിഞ്ഞ് വന്നേക്കാം. പക്ഷെ നമുക്ക് അകത്ത് കയറാൻ ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മൾ പേരൊക്കെ കൊടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് മുന്നേ വന്ന കുറേ പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ വന്ന കുറേ പേരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോൾ വിളിക്കുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ വന്നിട്ട് ഏകദേശം നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവരും കയറിയിട്ടേ ഇനി നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. നമുക്ക് അകത്ത് കയറിയിട്ട് കഴിച്ച് നോക്കാം. നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റോളം കാത്തു നിന്നിട്ട് നമ്മൾ അകത്ത് കയറിയിട്ടാണ്. പക്ഷെ നമുക്ക് സിംഗിളായിട്ടൊന്നും കിട്ടില്ല. നമുക്ക് വേറൊരു ഫാമിലിയുടെ കൂടെ ഷെയറിംഗ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ടേബിള്. കുറേ ആൾക്കാരുണ്ട്. ഒരു വലിയ ഹോളാണ്, AC റൂമാണ്. പക്ഷെ ഭയങ്കര തിരക്കാണ്. ബാക്കിൽ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. അകത്തും കാത്തിരിക്കുന്നുണ്ട്, പുറത്തും കാത്തിരിക്കുന്നുണ്ട്. ബാക്കിൽ കണ്ട തിരക്ക്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഏതാണ് മെനു നോക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. വേണ്ട, ഉണ്ടാവത്തില്ല എന്തായാലും. നമ്മൾ കയറിയെടുത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ഈ ഹൈദരാബാദിൽ വന്നതിന് ശേഷം ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിലാരും ചൂടുവെള്ളം തരത്തില്ല. ഒരു സ്ഥലത്തുമില്ല. ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നിട്ട് ഹോട്ട് വാട്ടർ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ കരമ്പാനി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. എന്താ നടക്കുന്നതെന്ന് അറിയാൻ പാടില്ല. അപ്പം പല സ്ഥലത്തും പോയിട്ട് രണ്ടും പറഞ്ഞു വെക്കും. ഹോട്ട് വാട്ടർ ഉണ്ടോ ചോദിക്കും, അപ്പോൾ ഇല്ലെന്ന് പറയും. പിന്നെ കരമ്പാനി ഉണ്ടോയെന്ന് ചോദിക്കും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ അവരുണ്ടെന്ന് പറയും, ചിലപ്പോൾ ഇല്ലെന്ന് പറയും. അപ്പോൾ ഇവിടെയും ചോദിച്ചു, ഇവിടെ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഹൈദരാബാദിലുള്ളവർ ചൂടുവെള്ളം കുടിക്കത്തില്ലെന്നാണ് തോന്നുന്നത്. എല്ലാവരും ഈ എന്തോ തണുത്ത വെള്ളവും പിന്നെ മിറിണ്ട, പെപ്സി അതൊക്കെ കുടിക്കത്തോളം എന്നാണ് തോന്നുന്നത്. അല്ലാതെ പിന്നെ എങ്ങനെ വരാനാണ്? അപ്പോൾ തൊണ്ടവേദന, ശ്വാസമുട്ട് അങ്ങനെയുള്ളവരൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് കൊണ്ടുവന്ന മെനുവിലെ കുറേ ബിരിയാണി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പിന്നെ ബാഹർ സ്പെഷ്യൽ ബിരിയാണി അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ച് ഹൈദരാബാദി ബിരിയാണി ഇല്ലേന്ന് ചോദിച്ചു. ആക്ച്വലി അതൊരു വെറൈറ്റി ബിരിയാണി ആണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ മലബാർ ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി അങ്ങനെ പറയുന്ന പോലെ സ്പെഷ്യൽ ബിരിയാണി ആണല്ലോ. അപ്പോൾ നമ്മൾ വെച്ച് ഹൈദരാബാദി ബിരിയാണി ഇല്ലേ. അപ്പോൾ പുള്ളി പറയാ ഹൈദരാബാദി വന്നിട്ട് പിന്നെ ഹൈദരാബാദി ബിരിയാണി അല്ലാതെ എന്ത് ബിരിയാണി തരുമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞ അല്ല, വേറെ വെറൈറ്റി ബിരിയാണി ഉണ്ടല്ലോ. എന്ന് പറയുന്നതല്ല ഹൈദരാബാദി ബിരിയാണിയാണെന്ന്. എന്താണെന്ന് അറിയത്തില്ല, കൊണ്ടുവരട്ടെ. നമ്മുടെ ബിരിയാണി വന്നല്ലോ. ഇതുണ്ടോ, ഇത് നമ്മുടെ ബിരിയാണിയാണ്. സെർവ് ചെയ്യും. അവർ സെർവ് ചെയ്ത് തരുമായിരിക്കും. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ബിരിയാണി കഴിച്ചപ്പോൾ അവരൊന്ന് സെർവ് ചെയ്ത് തന്നു. അവർ സെർവ് ചെയ്ത് തരുമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് 4 കോഴിമുട്ടയുണ്ട്. മുകളിൽ 4 പീസ് ചിക്കൻ വെച്ചിട്ടുണ്ട്. പിന്നെ റൈസ് പറ്റിച്ച് അരമുട്ടയുള്ളായിരുന്നു. ഒരു മുട്ടയില്ല, അരമുട്ടയേ ഉള്ളൂ. ചിക്കൻ പീസും ഇട്ടില്ല. ഇങ്ങനെ അടിയിലോട്ട് കുഴിച്ചെങ്ങാനോ നോക്കേണ്ടി വരും. അപ്പൊ ഇവരെ ഒരു വലിയ പീസ് ചിക്കൻ കൊണ്ടുവന്നിട്ട് നമുക്ക് മുറിച്ച് തരികയാണോ ചെയ്യുന്നത്? അതായത് 2 ക്വാർട്ടർ. ഓക്കെ, 2 ക്വാർട്ടർ പോർഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് അവർ കട്ട് ചെയ്ത് തരും. നമ്മളെ പോലെ പീസല്ല. അപ്പം 4 പേർക്കും ഓരോ പീസ് വീതം കട്ട് ചെയ്ത് തന്നു. നമുക്ക് കഴിച്ചു നോക്കാം. നമുക്ക് ബിരിയാണിയുടെ കൂടെ ഇതുപോലെ ഒരു ഗ്രേവി തരും. ഈ ഗ്രേവി നല്ല ടേസ്റ്റാണ്. ഇതും കൂടെ ഒഴിച്ചു വേണം നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ട്.
പിന്നെ സവാള ഇങ്ങനെ വട്ടത്തിലരിഞ്ഞതും പിന്നെ നമ്മുടെ നാരങ്ങയും കൂടെ തരും. അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ നമ്മുടെ സാലഡ്, തൈരും കൂടെ ഇട്ടുള്ള സാലഡും കൂടെ തരും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് ഇറങ്ങി. നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഹൈദരാബാദ് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഹൈദരാബാദി ബിരിയാണി എന്നുള്ളത്. അപ്പോൾ നമ്മൾ പോയ കടയിൽ തന്നെ പോകണമെന്നില്ല. നമ്മൾ ഈ ബിർള മന്ദിറിലോട്ട് പോയതുകൊണ്ടാണ് അതിൻ്റെ അടുത്തുള്ള ബാഹ റെസ്റ്റോറൻറ്റിൽ കയറിയത്. അല്ലാതെ വേറെ റെസ്റ്റോറൻറ്റുകളും ഉണ്ട്, ഒരുപാട് നല്ല ബിരിയാണി കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ അവിടെ കയറി നിങ്ങൾ ബിരിയാണി ട്രൈ ചെയ്യുക. ഇനി നമ്മൾ നേരെ പോകുന്നത് ലുലു മോളിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ലുലുവിലേക്ക് പോകുന്ന വഴിയാണ് ഒരു സൈഡ് മൊത്തം ഫ്രൂട്ട്സ് വെക്കുന്നുണ്ട്. കുറേ ദൂരമുണ്ട്, ഏകദേശം ഒരു 1 കിലോമീറ്ററിൽ മേലെ ഉണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് കൂടുതലും ഫ്രൂട്ട്സാണ്, എന്നാലും വെജിറ്റബിൾസും ഉണ്ട്. ഉണ്ടോ, എല്ലാ കടക്കാരും അത് തന്നെ. ആപ്പിള്, ഓറഞ്ച്, പേരയ്ക്ക. ഇവിടെ കുറേ പേരയ്ക്ക ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പേരയ്ക്കയുടെ വില ചോദിച്ചപ്പോഴേ റോഡിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ സ്ട്രീറ്റിൽ ഒരു ചേട്ടൻ പേരയ്ക്ക വിൽക്കുന്നു. അപ്പോൾ നമ്മൾ പേരയ്ക്കകത്ത് ഇങ്ങനെ എന്തോ ഉപ്പോ മുളകോ അങ്ങനെ എന്തോ ഇട്ട് കൊടുക്കുന്നു, മാങ്ങയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ അതിൻ്റെ വില ചോദിച്ചപ്പോൾ ഒരെണ്ണത്തിന് 50 രൂപയെന്ന്, ഒരു പേരയ്ക്കയ്ക്ക് 50 രൂപയെന്ന്. ഇതുണ്ടോ, നമ്മൾ നേരത്തെ ഫ്രൂട്ട്സ് കണ്ടതുപോലെ ഈ സൈഡിൽ മൊത്തം ഇപ്പോൾ പൂക്കളാണ്. ദസറയുടെ ആണെന്ന് തോന്നുന്നു. മറ്റന്നാൾ ദസറയാണ്, അതിൻ്റെ ഇതായിരിക്കും. നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഉണ്ട്. പിന്നെ അവിടെ കണ്ട മത്തങ്ങയും കുമ്പളങ്ങയും. പിന്നെ നമ്മുടെ ലുലു മോളിൽ പോകുന്ന കണക്ക് തന്നെ ഹെവി ബ്ലോക്കാണ്. ഇനി ഒരു 1/2 കിലോമീറ്ററും കൂടെ ഉള്ളു. ഇതെല്ലാം ലുലു മോളിലേക്ക് പോകുന്ന വണ്ടികളാണ്. അതുണ്ട്. അങ്ങനെ നമ്മൾ ലുലു മോളിൻ്റെ അടുത്തെത്തി കേട്ടോ. ഫ്രണ്ടിൽ കാണുന്നതാണ് ലുലു മോള്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വേറെ ഏതോ ഒരു മെയിൻ റോഡാണ്. ഇതിൻ്റെ മുകളിലൊരു പാലമുണ്ട്. ഈ സൈഡിൽ കൂടെ വേറെ സ്ഥലത്തോട്ടും പോകുന്ന വഴിയാണ്. ഇപ്പോൾ ലുലു മോളിലേക്ക് മാത്രം കയറാനുള്ള ബ്ലോക്ക് അല്ല ഇത്. പിന്നെ ലുലു മോളിലേക്ക് ഓഫ് കോഴ്സ് ബ്ലോക്ക് ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഇത്ര ആൾക്കാർ ലുലു മോളിൽ നിന്ന് വരുന്നവരും പോകുന്നവരും ഒക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ലുലു മോളിലെ പാർക്കിങ്ങിലോട്ട് പോകാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ ലുലു മോളിൻ്റെ അത്രയും സ്ഥലമൊന്നുമില്ല കേട്ടോ. ഇവിടെ സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കാണുന്ന മോളുകളില്ലേ, അതുപോലെ തന്നെ ഒരു മോള്. ഫ്രണ്ടിൽ കുറച്ച് സ്പേസേ ഉള്ളൂ, റോഡ് സൈഡിൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ ലുലു മോളിൻ്റെ അത്ര വലിയൊരു സ്പേസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ പാർക്കിങ്ങിൽ കയറി കിട്ടാം. ഒന്നാമത്തെ കാര്യം ഒത്തിരി വണ്ടികളുണ്ട്, പക്ഷെ നമ്മുടെ പാർക്കിംഗ് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ നേരമായിട്ട് നമ്മളിവിടെ തന്നെ നിൽക്കുമോ ഈ ബ്ലോക്കിൽ, ഒരു വണ്ടി അനങ്ങിയിട്ടില്ല. പിന്നെ ഈ സൈഡിലൊക്കെ വണ്ടി ഇട്ടേക്കുന്നുണ്ടോ. നമ്മുടെ എറണാകുളത്തെ മോളിൽ ഇങ്ങനെ സൈഡിലൊന്നും വണ്ടി കാണത്തില്ലല്ലോ, എല്ലാം പാർക്കിംഗ് ലോട്ടിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇത് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഓരോ വണ്ടിയും സ്റ്റക്കായി നിൽക്കുക. നമ്മളിപ്പോൾ ബേസ്മെൻറ്റ് 4 ടോട്ടൽ ബേസ്മെൻറ്റ് 4 ആണുള്ളത്. പക്ഷെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഓരോ സ്ലോട്ടിലും എത്ര വണ്ടി ഇടാം, അല്ലെങ്കിൽ ഏതൊക്കെ വണ്ടിയാണ് ഒഴിവുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലുലു മോളിൽ, എടപ്പള്ളി ലുലു മോളിൽ കാണിക്കുമല്ലോ. അതുപോലത്തെ സംഭവങ്ങളൊന്നുമില്ല ഇവിടെ. മാത്രമല്ല ഇവിടെ മറ്റേ ഗ്രീൻ ലൈറ്റ്, റെഡ് ലൈറ്റ് കാണിക്കത്തില്ല. റെഡ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വണ്ടിയുണ്ട്, ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ വണ്ടിയില്ല. ആ സംഭവവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എവിടെയാണ് വണ്ടി ഇല്ലാത്തതെന്ന് അറിയത്തില്ല. ഇങ്ങനെ ചുമ്മാ നമ്മൾ ഓടിപ്പൊക്കൊണ്ടേയിരിക്കണം. എവിടെയാണോ വണ്ടി ഇല്ലാത്തത് അവിടെ ഇടുക. അല്ലാതെ പ്രത്യേകിച്ച് ഗൈഡ് ചെയ്യാനും എൻ്റെ അകത്തൊന്നും ആരും ഇല്ല. 1-2 പേരെങ്ങാണ്ടേ ഉള്ളു. നമുക്ക് അവിടെ നിൽക്കുന്ന പോലെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല. ഇനി നമ്മൾ കണ്ടുപിടിച്ച് പോകണം. ഇവിടെ ഇച്ചിരി പാർക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത്രയും ദൂരം വന്നപ്പോഴും 1-2 സെക്യൂരിറ്റിക്കാരെ മാത്രമേ കണ്ടുള്ളൂ. നമ്മളിപ്പോ പാർക്കിംഗ് കഴിഞ്ഞിട്ട് മുകളിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ ആ ഫ്ലോറിൽ എത്തിയിട്ടാ. ഭയങ്കര തിരക്കാ. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ടാ. നമ്മൾ കയറി വരുമ്പോ തന്നെ ആദ്യം ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ ഇരിക്കുന്നത്, പിന്നെ കൂൾ ഡ്രിങ്ക്സും സംഭവങ്ങളൊക്കെ. നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് പോലെയല്ല അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട, ഇവിടെ അമൂലിന്റെ ബട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. വേറെ കുറെ കമ്പനികളുണ്ട്, പക്ഷെ ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് അല്ലേ വരുന്നത്. ഇതിവിടെ ആദ്യം തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളും. റൈറ്റ് സൈഡില് എഗ്ഗ്, ഇപ്പുറത്തും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ തന്നെ. പിന്നെ ഇവിടെ ഫ്രോസൺ ഫുഡാണ്. ഫ്രോസൺ ഫുഡ് നമ്മുടെ ഗ്രീൻ പീസ്, പിന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വറക്കാൻ പറ്റുന്ന സമൂസ, കട്ട്ലറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഈ ഭാഗത്തുള്ളത്. അതുമൊക്കെ എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് തന്നെയാണ് വരുന്നത്. ഇത് ഫിഷ് സ്റ്റോറാണ് കേട്ടോ. ഭയങ്കര തിരക്കാ. ട്യൂണ സ്റ്റീക്കിന് 399 എഴുതി വെച്ചിട്ടുണ്ട് പെർ kg.
ഭയങ്കര കൺജസ്റ്റഡ്. അത്ര നമ്മുടെ അവിടുത്തെ പോലെ അത്ര വിശാലമല്ല, ഭയങ്കര കൺജസ്റ്റഡുമാണ്, അതേപോലെ തന്നെ തിരക്കുമാണ്. പിന്നെ ഇവിടെ ഫിഷിന്റെ സെക്ഷനാണ്. യെല്ലോ ട്യൂണ 200 രൂപ, സീ ബാസ് 599. ഇവിടെ പാക്ഡ് ആക്കി വെച്ചിരിക്കുന്നതാണ്, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നത്. മസാല തേച്ച് വെച്ചേക്കുന്നതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ മീറ്റ്, അതൊക്കെ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ. പക്ഷെ സംഭവം സ്പേസ് ഇല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. നടക്കാനാണെങ്കിലും ഭയങ്കര ചെറിയൊരു സ്പേസാണ്. ഹൈദരാബാദിൽ ഒത്തിരി മോളുള്ളതല്ലേ, എന്നിട്ട് ഇവിടെ ഇത്രയും ആള് വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ഭയങ്കര തിരക്ക്. പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, പിന്നെ ദസറയും കൂടെ ആണല്ലോ, അതുകൊണ്ടായിരിക്കണം. നമ്മളിപ്പോൾ വെജിറ്റബിൾ സെക്ഷനിലെത്തി. എല്ലാം നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണ്. നമ്മുടെ അവിടെയും അങ്ങനെ തന്നെയാണല്ലോ. എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്പോഞ്ച് ഗോഡ് പിന്നെ 49 രൂപ. ഇത് ബോട്ടിൽ ഗോഡ്, അത് നമ്മുടെ ചൊരക്ക എന്ന് പറയുന്ന സാധനമാണ്. ഇതിന് 32 രൂപ പെർ kg. പിന്നെ ബനാന ഉണ്ട്, ബനാന പച്ച ബനാന 77. ഇവിടെ വാട്ടർ മെലൻ കിലോ 24 രൂപ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വരുന്നത് ഫ്രൂട്ട്സും ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ടർക്കി, ഗ്രീസ്, ന്യൂസിലാൻഡ്, പിന്നെ ഇന്ത്യ, അതൊക്കെ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ എല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ആപ്പിൾ. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഓറഞ്ച് തന്നെ, ഓറഞ്ചിന്റെ പല വെറൈറ്റി. നാഗ്പൂർ ഓറഞ്ച് വലൻഷ്യ, ഓറഞ്ച് നാഗ്പൂർ, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഓറഞ്ച്. കുറച്ച് സ്ഥലമേ ഉള്ളല്ലേ കാണാൻ. ഹൈപ്പർ മാർക്കറ്റ് തീരും, ഇത്ര സ്ഥലം കൂടെ പോയാൽ ഹൈപ്പർ മാർക്കറ്റ് തീരും. പിന്നെ ഇവിടെ വരുന്നത് ഗ്രേപ്സ്. കണ്ട, ഇത്ര സ്ഥലമേ ഉള്ളു, നമ്മൾ ഈ കറങ്ങിയില്ലേ, അതിന്റെ ഒരു ഇച്ചിരി പോർഷനും കൂടെ ഉള്ളു. ഇവിടെയും സ്നാക്സ് ഐറ്റം ആണ്. നമ്മൾ ആദ്യം കണ്ട പോലത്തെ അല്ല, ഇതുപോലെ ചക്ക വറ്റല്, ചിപ്സ്, പിന്നെ കുക്കീസ് ഒക്കെ വരത്തില്ലേ, അതിന്റെ സെക്ഷനായത്. അതും നമുക്ക് ഭയങ്കര വലിയൊരു സെക്ഷൻ ഇല്ലേ, ഇവിടെ അങ്ങനത്തെ സെക്ഷൻ അല്ല, വളരെ കുറച്ച് ഉള്ളൊരു സെക്ഷനാണ്. വേണ്ട, പീനട്ട് 180 രൂപ. റേറ്റ് ഒക്കെ നമ്മുടെ അവിടുത്തെ തന്നെ. ഇതിന് 134 രൂപ. ജീര മത്താർ. ഇവിടെ കണ്ട, ഇവിടെ ചിപ്സ്, മിച്ചർ, ഇവിടുത്തെ ഈ നോർത്ത് ഇന്ത്യന്റെ ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ, ചിപ്സ് മിച്ചറൊക്കെ, ആ ഐറ്റം ഒക്കെ വരുന്നതാ ഇവിടെ. ലൈറ്റ് മിക്സ്ചർ, ഗുജറാത്തി മിക്സ്, പാലക് മസാല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിട്ടുള്ള സ്നാക്സുകൾ. പിന്നെ ഈ ഭാഗത്ത് ബ്രെഡിന്റെ വെറൈറ്റി. അവിടെയും നമ്മുടെ ലുലു മോളിലുള്ള പോലെ തന്നെ ഒരു സെക്ഷൻ മൊത്തമായിട്ട് ബ്രെഡിന്റെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ നമ്മുടെ മൂഫിൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് നമ്മുടെ ലുലു മോളിലുള്ളത് തന്നെ 25-30 രൂപയ്ക്ക് റേഞ്ചിൽ വരുന്ന പല ഫ്ലേവേഴ്സിലുള്ള സ്നാക്സ്. പിന്നെ ഇത് കേക്ക്, എലൈറ്റിന്റെ കേക്ക്, എലൈറ്റിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കേക്കുകൾ വരുന്നുണ്ട്. ഇവിടെ വരുന്നത് ബേക്കറി ഐറ്റംസ് ആണ്. ഡോനട്ട്, പിന്നെ പപ്സ്, വെജിറ്റബിൾ പപ്സ് ഉണ്ട്. അല്ലാതെ ഈ മധുരം തേച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ഇതുപോലത്തെ കുക്കീസിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ടർ ബ്ലെൻഡ് പ്ലെയിൻ ക്രോസൈൻ. പക്ഷെ ഇത് ഭയങ്കര തോൽവി സാധനമാട്ടോ, ഇതിന് ഒട്ടും മധുരമില്ല, വെറുതെ ഇങ്ങനെ ചുരുട്ടി വെച്ചേക്കുന്നേ ഉള്ളൂ. നമുക്ക് എപ്പോൾ വന്നാലും ഇത് നമുക്ക് തിന്നാൻ തോന്നും പെട്ടെന്ന്. എടുത്തു കഴിയുമ്പോഴേ അതിൻ്റെ അകത്ത് ഒരു സാധനം ഉണ്ടാവൂല. നമ്മുടെ ഡ്രീം കേക്ക് ഉണ്ട്, ലെയേർഡ് ആയിട്ടുള്ള ഡ്രീം കേക്ക് ഇല്ലേ, 5 ലെയർ ഡ്രീം കേക്ക്. ഇതിന്റെ ½ kg ഉണ്ട്, ഫുൾ kg ഉണ്ട്. ഇത് റെഡ് വെൽവെറ്റിന്റെ ബോട്ടിലിനകത്തുള്ള കേക്ക്, അത് 145. പിന്നെ ഇതൊക്കെ നമ്മുടെ അവിടെ ഉള്ളത് തന്നെ. ക്രീം, ഇതും നമ്മുടെ അവിടെ ഉള്ളത് തന്നെ, 180 റുപ്പീസ് ഈ പാക്കറ്റ് കേക്ക്. ഇതിന്റെ ഈ ബ്ലാക്ക് കളറും ഉണ്ട്, അല്ലാതെ ക്രീം കളറും ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് നമ്മുടെ കേക്ക് വരുന്നത്, നമ്മുടെ ബർത്ത്ഡേ കേക്കൊക്കെ ഇല്ലേ, ആ സംഭവം വരുന്നതാണ് ഇത്. ഒരുപാട് വെറൈറ്റി കേക്കുകളുണ്ട്, നോക്കിക്കേ എന്തൊക്കെയാണെന്ന്. പ്രീമിയം ചോക്കോ ഫഡ്ജ്, ഒത്തിരി അടിപൊളി കേക്ക് ഉണ്ട് കേട്ടോ. പ്രീമിയം വാൻചോ കേക്ക് 850, പ്രീമിയം ചോക്കോ സ്ട്രോബെറി കേക്ക്, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനല്ലേ. പ്രീമിയം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, പ്രീമിയം ചോക്കോ ഫഡ്ജ്, അത് കൊള്ളാം. ഇത് ഇപ്പുറത്ത് നല്ല അടിപൊളി ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊന്നും നമ്മുടെ ലുലു മോളിലില്ല കേട്ടോ.
ഇങ്ങനെ സ്ട്രോബെറി കിവി ഒക്കെ വെച്ചിട്ടുള്ള സ്നാക്സ്. അത് ഒരെണ്ണത്തിന് 50 രൂപയാണ്. കിവി ഡാണിഷ്, പൈനാപ്പിൾ ഡാണിഷ്. ഓക്കെ, അത് വെച്ച് അങ്ങനെ ടോപ്പ് ചെയ്തിരിക്കുന്ന സാധനം. പിന്നെ ഇവിടെ ഡൂനട്ട് വെറൈറ്റീസാ, കുറേ ഡൂനട്ട് ഉണ്ട് കേട്ടോ. സൂപ്പർ, കുറേ വെറൈറ്റി ഡൂനട്ട്സ്. ഓരോന്നിനും 40 രൂപ വെച്ചിട്ടാണ്. പിന്നെ ഇവിടെ വരുന്നത് ബിരിയാണിയാണ്. ബിരിയാണി വെജിറ്റേറിയൻ ബിരിയാണീസ് ആണ്. പല വെറൈറ്റി വെജിറ്റേറിയൻ ബിരിയാണി ഉണ്ട്, വെജിറ്റബിൾ പുലാവ് ഉണ്ട്, പിന്നെ ബിരിയാണിയുടെ പല വെറൈറ്റീസ് ഉണ്ട്. വെജിറ്റേറിയൻ ആണ് ഈ ഭാഗത്ത്. ഇപ്പുറത്തെ അറബിക് സ്വീറ്റ്സ് ആണ്, കുറേ സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. ഈ സംഭവം നമുക്കില്ല അല്ലേ, കുറേ വെറൈറ്റി ഉണ്ട് ഇവിടെ. ബല്ലൂരിയ പിസ്താഷിയോ, പ്രീമിയം ബാൽക്ലാവ, അതുള്ള കാഷ്യൂ ടർട്ട്. ഇപ്പുറത്തെ ഭാഗത്ത് സ്വീറ്റ്സിന് വേണ്ടി പ്രത്യേകം ഒരു കൗണ്ടർ. ഇത് പലതരം ലഡ്ഡൂസാ. എന്തോരം ലഡുവാന്ന് നോക്കിയാൽ, റോസ് ലഡു, ക്രാൻബെറി ലഡു, ഓരിയോ ലഡു, പിസ്ത ബർഫി, കിവി ലഡു, ഫ്രൂട്ട് ലഡു, ഹണി ലഡു, ആൽമണ്ട് ലഡു. ഇത്രയും വെറൈറ്റി ലഡു ഒന്നും നമുക്കില്ല കേട്ടാ. ഇവർക്ക് ഭയങ്കര സ്വീറ്റ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ്, അതുകൊണ്ട് കുറെ സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് നമ്മൾ സാധാരണ മേടിക്കുന്ന കണക്കത്തെ ലഡൂസ് കുറെ ഉണ്ട്. ഇവിടെ മൊത്തം ഹൽവ ആണേ. കാലിക്കറ്റ് ഹൽവ ഇവിടെ ഉണ്ട് കേട്ടോ. പിസ്ത ഗ്രീൻ ഹൽവ, നമ്മുടെ കാലിക്കറ്റ് ഹൽവ ഉണ്ട്. അത് പല കളറിലും പല ഫ്ലേവറിലും ഉള്ളതുണ്ട്. പക്ഷെ എല്ലാം വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ബില്ലൊക്കെ അടിച്ചിട്ട് ഇപ്പോഴൊന്നും ഇറങ്ങൂല. നമുക്ക് ഇനിയും കുറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കണ്ടിട്ടങ്ങ് പോവാം. പിന്നെ ഇപ്പുറത്ത് കിച്ചൺ ഏരിയ ആണ്. അവിടെ നമ്മുടെ തന്തൂരി, കബാബ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. തിരക്കുണ്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്കാ. മുട്ടിയിട്ട് നടക്കാൻ പാടില്ല. ഇവിടെ ഡെയിലി ഇങ്ങനെയാണോ അതോ ഇപ്പൊ ദസറ ആയതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ടോ ആണോ എന്നറിയത്തില്ല. ഭയങ്കര തിരക്കാ. അപ്പൊ ഇത്രയും കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇത്ര സ്ഥലം മാത്രമേ ഉള്ളൂ, ഒത്തിരി സ്ഥലമൊന്നുമില്ല. നമ്മൾ കയറി വന്ന് ആകെ മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്റ്റോറാണ് മാർക്കറ്റ് 99. ഇവിടെ കുറെ ഐറ്റംസ് 49 99 കുറെ ഐറ്റംസ് ഉണ്ട്. അതിന് മുകളിലോട്ടുള്ളതും ഉണ്ട്. പക്ഷെ കുറെ ഐറ്റം നമുക്ക് ഈ റേഞ്ചിന് വാങ്ങിക്കാൻ പറ്റും, 49 99 റേഞ്ചിൽ. ഇതൊക്കെ കണ്ട, ഇതൊക്കെ 199 രൂപയേ ഉള്ളൂ. നല്ല രസമില്ലേ, നല്ല ഹോം ഡെക്കേഴ്സ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് 179. അങ്ങനെ എല്ലാത്തിനും ഈ റേറ്റ് ഒക്കെ ഉള്ളൂ. 49 99 200ന്റെ അകത്തൊക്കെയാണ് ആവറേജ് റേറ്റ് വരുന്നത്. ഇത് 50 രൂപയുള്ളൂ. സോൾട്ടഡ് പംകിൻ, മത്തങ്ങ സീഡ്, ഇതെല്ലാം 75 രൂപയുടെ. ജീരക മിഠായി, പണ്ട് കാലത്തുള്ള കുറെ മിഠായി ഉണ്ടല്ലേ, നൊസ്റ്റാൾജി വരുന്ന മിഠായി, അങ്ങനത്തെ കുറെ മിഠായികളാണത്. പിന്നെ ഇത് സോപ്പ് ഡിസ്പെൻസർ, ഇതിനൊക്കെ 400 രൂപയാണേ. പിന്നെ അത്രയും വിലയുണ്ട്, കാണാനൊക്കെ അത്യാവശ്യം നല്ലതാണല്ലോ. ഇത് 10 എണ്ണത്തിന്റെ പാക്കാണ്, 500 രൂപ. ഷോളുണ്ട് കേട്ടോ, നമുക്ക് സ്റ്റോളായിട്ടൊക്കെ ഇടാൻ പറ്റുന്നത്. ഇതിന് 300 രൂപയുണ്ട്, ഓരോണ്ണത്തിനും 300 രൂപ വീതം. പിന്നെ ഇവിടെയൊക്കെ ഹോം ഡെക്കേഴ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കൂടുതലും ഉള്ളത്. അതൊന്നും 99 റുപ്പീസിന് കിട്ടത്തില്ല. പക്ഷെ 99 ഉള്ള പ്രൊഡക്റ്റ് കുറെ ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനൊക്കെ നല്ല വിലയുണ്ട്, 300 400 ആ റേഞ്ചിന്റെ മുകളിലോട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മളിപ്പോ താഴെ നിന്ന് മുകളിലേക്ക് കയറി വന്നത്. അപ്പൊ 2 ഫ്ലോറിലായിട്ടാണ് ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. താഴെ കൂടുതലും ഫുഡ് ഐറ്റംസും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ്. ബാക്കി എല്ലാ ഐറ്റവും വരുന്നത് ഈ മുകളിലത്തെ നിലയിലാണ്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് കയറുന്നില്ല, നമ്മളിനി ഫാഷൻ സ്റ്റോറിന്റെ അങ്ങോട്ടേക്ക് പോവാം. എസ്കലേറ്റർ കയറാൻ നിൽക്കുന്ന ആളെ കണ്ട. ദസറയല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ ഡിസ്പ്ലേ ചെയ്തേക്കുവാ. നമ്മൾ കയറി വരുമ്പോ തന്നെ റൈറ്റ് സൈഡിലായിട്ട് മേക്കപ്പ് ഐറ്റംസും ലെഫ്റ്റ് സൈഡിലായിട്ട് സൺഗ്ലാസിന്റെ ഒരു സെക്ഷനുമാണ്. അത് നമ്മുടെ ഫാഷൻ സ്റ്റോറിലും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഉള്ളത് ഡ്രസ് മെറ്റീരിയൽസ് ആണ്. പക്ഷെ ഇവിടെയും നമ്മുടെ അവിടുത്തെ അത്രയും വലിപ്പം ഇല്ല ഫ്ലോറിന്. ഇത് കുട്ടികളുടെ സെക്ഷനാണ്. കുട്ടികളുടെ കളിപ്പാട്ടം, കുട്ടികളുടെ ഡ്രസ്സ്, അതെല്ലാം വരുന്നത് ഈ സെക്ഷനിലാണ്. എല്ലായിടത്തും ഒരു ഞെരുക്കം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണെങ്കിലും നടക്കാൻ വേണ്ടിയിട്ടൊന്നും അധികം സ്ഥലമില്ല. ചിലപ്പോൾ ഇവർക്ക് ഇത്ര സ്ഥലമേ കിട്ടിയുള്ളായിരിക്കും, സിറ്റിയിൽ തന്നെ വേണ്ടേ. അപ്പൊ അല്ലെങ്കിൽ ഔട്ടറിൽ പോയിട്ട് മോള് ചെയ്യേണ്ടി വരത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഇത്ര സ്ഥലമേ കിട്ടിയിട്ടുണ്ടാകത്തുള്ളൂ. ഫുഡ് വെയർസിന് ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, 40% ഓഫ് ഇട്ടിട്ടുണ്ട്. അത് ലേഡീസിനും ജെൻസും ഒക്കെ ഇട്ടിട്ടുണ്ട്. മിക്ക ബ്രാൻഡിനും കാണാം. ഓൾമോസ്റ്റ് എല്ലാത്തിലും ഓഫർ ഉണ്ട് കേട്ടോ.
20%, 40% അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെയും കുട്ടികളുടെ തന്നെ. നമ്മൾ നേരത്തെ കണ്ടത് കൂടുതലും ഗേൾസിൻ്റെ ആണ്. ഇവിടെ കൂടുതലും ബോയ്സിൻ്റെ ആണ് വരുന്നത്. ന്യൂ ബോൺ ബേബിയുടേതും ഉണ്ട്. 6 മാസമൊക്കെ പ്രായമുള്ള കുറേ ബേബീസ് ഡ്രസ്സ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ മെൻസിൻ്റെ കുറേ ബ്രാൻഡുകൾ, നമ്മുടെ അവിടെയുള്ള ബ്രാൻഡുകൾ തന്നെയാണ്. ബ്ലാക്ക്ബെറി, ആരോ, അലൻസോളി, സ്പൈക്കർ. ഇതിനൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ട്. 7749 വാങ്ങിച്ചാൽ 750 രൂപ ഓഫർ. 19,000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 3000 രൂപ ഓഫ്. ടോട്ടൽ 4 ഫ്ലോറാണ് ഉള്ളത്. എല്ലാത്തിലും നല്ല തിരക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. അത് ഹൈപ്പർ മാർക്കറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ അതിന്റെ മുകളിലോട്ട് വരുന്നതിലും തിരക്കിനൊരു കുറവുമില്ല. പിന്നെ തിയേറ്റർ ഫംഗ്ഷൻ ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ ഗെയിമിംഗ് സോണൊക്കെ എല്ലാം ഫംഗ്ഷനിങ് ആണ്. കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സ്ഥലമേ അവിടെ മൊത്തം ആളാണ്. ഇപ്പൊ നമ്മൾ ഫാഷൻ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ മുകളിലേക്ക് പോകാൻ പോവാണ്. ലുലു കണക്റ്റിലേക്ക് പോവുകയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ അവിടെ ഉള്ള ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ തന്നെയാണ്. മോച്ചി, ഇന്ത്യൻ ടെറൈൻ, പിന്നെ മീര ബസാർ, ഗോ കളേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പൊ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അവിടെ ഉള്ള ഷോപ്പുകളുണ്ട്. എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളും ഇവിടെയും ഉണ്ട്. അവിടെ ലുലു കണക്ട് ഉണ്ട്. നമുക്കൊന്ന് ലുലു കണക്റ്റിലേക്ക് പോയിട്ട് വരാം. ഇപ്പൊ നമ്മള് താഴേന്ന് മുകളിലേക്ക് കയറി ലുലു കണക്റ്റിലേക്ക് വന്നിരിക്കുക. ഇവിടെ അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഫ്ലോറാണ്. കുറെ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ എല്ലാത്തിലും ഓഫർ ഉണ്ട് കേട്ടോ. ലുലു കണക്റ്റിൽ കുറെ ഓഫർ എഴുതിയിട്ടുണ്ട്. മിക്ക പ്രോഡക്റ്റിനും ഓഫർ ഉണ്ട്. നോക്കിക്കേ, എല്ലാത്തിലും ഓഫർ പ്രൈസിലാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീന്റെ IFBയുടെ സെക്ഷനാണ്. അതിനും ഓഫർ ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഹോം ഫർണിഷിംഗ് ഏരിയയിലാണ്. ബെഡ്ഷീറ്റ്, പിന്നെ പില്ലോസ്, അങ്ങനെയുള്ള സെക്ഷൻസ് ആണ് ഇവിടെ. പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ ഹോം ഡെക്കർ ഐറ്റംസ്. അതിനൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിനൊക്കെ 200 രൂപയുള്ളൂ കേട്ടോ. ഓഫർ പ്രൈസ് അല്ല, ഇത് ഒറിജിനൽ പ്രൈസാണ്, 200 രൂപ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ബാഗിന്റെ ഒക്കെ സെക്ഷൻ ആയിട്ടാ. ലഗേജ് ബാഗിന്റെ ഒക്കെ സെക്ഷനാണ്. അവിടെ നല്ല ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. 60%, 70% ഓഫ് ഉണ്ട്. അങ്ങനെ നമ്മൾ ലുലു കണക്റ്റ് ഇറങ്ങിയിട്ടാ. ഇനി മുകളിലേക്ക് കുട്ടികൾക്കുള്ള ഫൺ ഏരിയ ഉണ്ട്. പിന്നെ കഫറ്റീരിയ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ പോകുന്നില്ല. ഭയങ്കര തിരക്കാണ്. എസ്കലേറ്റർ പോലും അങ്ങോട്ട് കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ശരിക്കും ഇതിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലുലു മോളിനെക്കാട്ടിയും ഒരു 1/3 പറയാം. അത്രേ ഉള്ളൂ. അത്രയും വലിപ്പം ഇല്ല. പിന്നെ എല്ലാം കൊണ്ട് ഒരു കൺജസ്റ്റഡ് ആയ രീതിയിലാണ് തോന്നുന്നത്. ഇത് ഇത്ര ആളുള്ളത് കൊണ്ടാണോ എന്ന് അറിയാൻ വയ്യ. പിന്നെ ആകെ മൊത്തത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലെന്ന് പറയാം. നമ്മുടെ ലുലു മോൾ തന്നെയാണ് നല്ലത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.